മഴക്കാലത്ത് നമ്മളൊക്കെ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂട്ടർ യാത്രക്കാരി റോഡിൽ തലയിടിച്ചു വീണ് മരിച്ചിരുന്നു. മുക്കൊല്ല സ്വദേശിനിയായ സുശീലയാണ് മരിച്ചത്. ഇവർ സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് കുട നിവർത്തുന്നതിനിടെയാണ് റോഡിലേക്ക് വീണത്. കോവളത്തെ ഹോട്ടലിലെ ജീവനക്കാരിയാണ് സുശീല. മൃതദേഹം വിഴിഞ്ഞം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പറയാൻ ഉദ്ദേശിക്കുന്നത് ബൈക്ക് യാത്രക്കിടെ കുട നിവർത്തുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് 5 പേരാണ് ഇപ്രകാരം അപകടത്തിൽപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. വീണ്ടും ഒരു മഴക്കാലം വളരെ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ 2 വീലർ അധികവും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ പിന്നാലെ പലപ്പോഴും യാത്രക്കാരുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പിന്നാലെ ഇരുന്ന് യാത്ര ചെയ്യുന്നവരാകും. ആ സമയത്ത് മഴ പെയ്യും, ഓർക്കാതെ കുട നിവർത്തും. ഇതൊക്കെ നമ്മുടെ ജീവൻ അപകടകരമാകും. അതിനുള്ള ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ബൈക്കിൻ്റെ പിൻസീറ്റിലിരിക്കുന്നവർ കുട നിവർത്തുന്നത് സ്വാഭാവികമായും നടക്കുന്ന ഒരു കാര്യമാണ്. അത് വാഹനം ഓടുന്നതിൻ്റെ എതിർദിശയിൽ ശക്തമായ കാറ്റ് വീശും. കനത്ത കാറ്റിൽ കുടയിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും. ബൈക്കിൻ്റെ നിയന്ത്രണം തെറ്റി റോഡിൽ വീഴാം. പിൻസീറ്റിലിരിക്കുന്നവർക്ക് ഹെൽമറ്റ് നിർബന്ധമല്ലാത്തതിനാൽ പലരും തലയിടിച്ചാണ് ഇതിനു മുൻപ് വരെ റോഡിൽ വീണത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. പുറകിലിരിക്കുന്ന ആളും ഹെൽമറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ പലപ്പോഴും സേഫ് ആകണമെന്നില്ല. ചില വീഴ്ചകൾ മരണത്തിന് കാരണമാകാം. കഴിഞ്ഞ വർഷം മരിച്ച 4 സ്ത്രീകളുടെ മരണകാരണം തലക്കേറ്റ ശക്തമായ ക്ഷതങ്ങളാണ്. ഒരു കൈയിൽ കുട പിടിച്ച് മറുകൈ കൊണ്ട് ബൈക്ക് ഓടിക്കുന്നവരും കുറവല്ല. ശക്തമായ കാറ്റിലും മഴയിലും ബൈക്കിൻ്റെ ക്ലച്ച് ഉപയോഗിക്കാനും ബ്രേക്ക് ചെയ്യാനും ഒരു കൈ കൊണ്ട് സാധിക്കില്ല. അപ്പോഴേക്കും അപകടം നമ്മുടെ കൺമുന്നിൽ എത്തിയിരിക്കും. പുറകിലിരിക്കുന്ന ആൾ മുന്നിലേക്ക് കുട നിവർത്തി പിടിച്ചാൽ ഓടിക്കുന്ന ആൾക്കും കാഴ്ച മറിയും. പലപ്പോഴും ഓടിക്കുന്ന ആൾ നനയാതിരിക്കാൻ കുടയുടെ മുൻഭാഗം ഇങ്ങനെ താഴ്ത്തിപ്പിടിക്കുന്നതൊക്കെ കാണാം. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ റോഡുകളിൽ ബൈക്കുകൾക്ക് അപകട സാധ്യത കൂടുതലാണ്. ചെറിയ വേഗത്തിൽ പോലും മുൻചക്രങ്ങൾ പാളിപ്പോവാം. ഹെൽമറ്റ് ധരിക്കാത്തത് കൊണ്ടുള്ള അപകട സാധ്യതകളെ കുറിച്ച് ഒട്ടേറെ ബോധവൽക്കരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നമ്മൾ വല്ലപ്പോഴും തെന്നിയും തെറിച്ചുമൊക്കെ പലരും ഹെൽമറ്റ് ഉപയോഗിക്കാതെ കാണുന്നുള്ളൂ. സമൂഹത്തിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നവരാണ്. പക്ഷേ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവരും ഹെൽമറ്റ് ധരിക്കുമ്പോൾ പോലും അവരുടെ സുരക്ഷിതത്വത്തിൽ മാത്രം വേണ്ടത്ര ശ്രദ്ധ പതിഞ്ഞിട്ടില്ല. പലപ്പോഴും പിൻസീറ്റിലിരിക്കുന്നവർ ഹെൽമറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും വണ്ടിയിൽ നിന്ന് വീഴുകയാണെങ്കിൽ ആ വീഴ്ച വല്ലാത്തൊരു വീഴ്ചയാണ് എന്നുണ്ടെങ്കിൽ ഗുരുതരമായ ക്ഷതം പറ്റാൻ അതൊരു കാരണമാകാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ നമ്മളായിട്ട് വിളിച്ചു വരുത്തരുത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മളായിട്ട് വിളിച്ചു വരുത്തരുത്. ഒട്ടേറെ ജീവനുകൾ നിരത്തിൽ പൊലിയാൻ കാരണമാകുന്നത് മഴക്കാലത്ത് നമ്മൾ ഒന്നും വരില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ ഈ കുട പിടിച്ച് യാത്ര ചെയ്യുന്നത് തന്നെയാണ്. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ബൈക്ക് യാത്രികർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. മഴക്കോട്ട് ധരിക്കാത്തവരെ മഴ നനഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവദിക്കാറില്ല. എന്തായാലും നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യമാണ്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിൽ കനത്ത വെള്ളക്കെട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നഗരത്തിൽ ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞതോടെയാണ് വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയത്. കിഴക്കേക്കോട്ട, തമ്പാനൂർ, ഗൗരീശപട്ടം ഇങ്ങനെ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിലും കടകളിലും അടക്കം വെള്ളക്കെട്ടുണ്ടായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ കനത്ത വെള്ളക്കെട്ട്, ഗതാഗത സ്തംഭനമുണ്ടായി. തമ്പാനൂർ SS കോവിൽ റോഡിലും വെള്ളം നിറഞ്ഞു. മണിക്കൂറുകളായി നിർത്താതെ പെയ്ത മഴയിൽ ആമയിഴഞ്ചാൻ തോട് നിറഞ്ഞതോടെയാണ് ഗൗരീശപട്ടം, തേക്കുമൂട് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയത്. പഴവങ്ങാടി പവർ ഹൗസ് റോഡിലും നല്ല വെള്ളക്കെട്ടാണ് ഉണ്ടായത്. മുട്ടത്തറ TB റോഡിലും കനത്ത വെള്ളക്കെട്ടുണ്ടായി. എന്തായാലും ഇന്നും നല്ല മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. നമ്മൾ കണ്ടു കൊച്ചിയിൽ വെള്ളം നിറഞ്ഞ് പ്രളയം പോലെ അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായതും പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായതും ഒക്കെ കണ്ടു. പക്ഷേ ഏകദേശം അതുപോലെ അത്രയും വന്നില്ല എങ്കിലും അതുപോലൊരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയിൽ തിരുവനന്തപുരത്തെ പല ഭാഗത്തും ഉണ്ടായത്. ഓഫീസ് വീട്ടിലേക്ക് പോകുന്നവർക്ക് വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. ബസ്സുകൾ പലയിടത്തും വഴിയിൽ പിടിച്ചിടേണ്ടി വന്നു, റൂട്ട് മാറ്റിവിടേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. ഈ സമയത്ത് 2 വീലറിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. പുറകിലിരിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കാറുണ്ട്. പക്ഷേ പുറകിലിരിക്കുന്നവർ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഈ കുട നിവർത്തൽ എന്നുള്ള ആ ഒരു കലാപരിപാടി നമുക്ക് വേണ്ട. മഴ പെയ്യുകയാണെങ്കിൽ ഇത്തിരി താമസിച്ചാലും സാരമില്ല, ഇറങ്ങി എവിടെയെങ്കിലും മഴയില്ലാത്തടത്ത് ഒഴിഞ്ഞ് നനയാതെ നിൽക്കാൻ ശ്രമിക്കുക. കുട നിവർത്തി പിടിച്ചുകൊണ്ടുള്ള 2 വീലർ യാത്ര വേണ്ട എന്ന് തന്നെ വെക്കുക. മഴക്കാലം സുരക്ഷിതമായിരിക്കട്ടെ. എല്ലാവരും മഴക്കാലത്ത് ശ്രദ്ധയോടുകൂടി നടന്നു പോകുന്നവരും കാൽനട യാത്രക്കാരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും ബസ്സുകളിൽ സഞ്ചരിക്കുന്നവരായാൽ പോലും ബസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ഫുട്ബോർഡിലും ഒക്കെ സ്ലിപ്പാവാനും ഒക്കെ സാധ്യതയുണ്ട്. വളരെ സുരക്ഷിതമായി നമ്മുടെ സുരക്ഷയിൽ നമ്മളെപ്പോഴും ശ്രദ്ധാലുക്കളായി തന്നെ ഈ മഴക്കാലം കൊണ്ടുപോകുക. ഈ മഴക്കാലത്ത് സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക്.